തികച്ചും ആപേക്ഷികമല്ലേ ലൗകിക ജീവിതത്തിന്റെ ബഹിരംഗ യോഗങ്ങളിൽ ധർമ്മവും അധർമ്മവും? ചോദ്യം വളരെ കടുത്തതാണ്. അതീവ സങ്കീർണമല്ലേ സ്വേച്ഛയുടെയും പരേച്ഛയുടെയും അനിച്ഛയുടെയും ലോകങ്ങളിൽ ആവിർഭവിക്കുന്ന സങ്കല്പവും കാമവും കർമ്മവും ഉതിർക്കുന്ന കർമ്മകലാപങ്ങളുടെ രംഗവേദികൾ? മറ്റൊരാൾ ഒരു കൈപ്പാടകല ദൂരത്തുകൂടെ കടന്നുപോയാൽ അയാളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർക്കിഷ്ടമുള്ള ആളുകളുടെ മടിയിലിരിക്കുമ്പോൾ, തലവെച്ച് കിടക്കുമ്പോൾ സ്പർശനത്തിന്റെ, ദർശനത്തിന്റെ, സാമീപ്യത്തിന്റെ സങ്കല്പങ്ങൾ ധർമാധർമ്മങ്ങളിൽ കൂട്ടിയിണക്കുന്നതാകെ വികലമാവുന്നില്ലേ? നീതിന്യായങ്ങളുടെയും ശാസ്ത്ര സാങ്കേതികത്വത്തിന്റെയും അന്തർധാരകളെ മുഴുവൻ ഒരേപോലെ പിച്ചിച്ചിന്തുന്ന ഒരു ദാർശനിക സത്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് മനുഷ്യന്റെ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ സമഗ്രമായി കൂട്ടിയിണക്കി പ്രാരബ്ധങ്ങളുടെയും പുരുഷാർത്ഥങ്ങളുടെയും രണ്ട് വ്യത്യസ്ത മാതൃകകളായി നിലകൊള്ളുന്നുവെന്നോ? എങ്കിൽ നിയമങ്ങളും നീതികളും ഭരണങ്ങളും മാനവന്റെ മുക്തിക്കും ഉത്കർഷത്തിനും ഉതകുമാറാകണമെങ്കിൽ കുടുംബവും രാഷ്ട്രവും എല്ലാം പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളെ പഠിച്ചും അറിഞ്ഞും പഠിപ്പിച്ചും അവയ്ക്കനുസൃതമായും കൊണ്ടുപോകേണ്ടതല്ലേ? അവയുടെ ആന്തോളനങ്ങളുടെ താളക്രമങ്ങളെ തിരിച്ചറിയുന്ന ഒരു തത്വദർശനത്തിന് വ്യക്തിയുടെ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ, രോഗങ്ങളെ, വേദനകളെ ആഴത്തിൽ മാറ്റാൻ കഴിയുന്നതായിരിക്കില്ലേ? എന്റെ സാമീപ്യമാണ് എന്റെ അച്ഛന്റെ കണ്ണുകളെ കളഞ്ഞതെങ്കിൽ, എന്റെ ഒരു കർമ്മമാണ് അച്ഛനിൽ പൂർവജന്മങ്ങളുടെ സ്മൃതികൾ ഉണവാക്കി അച്ഛനെ തളർത്തിയതെങ്കിൽ, എന്റെ സങ്കീർണമായ ഒരു ഔഷധത്തിന്റെ സ്മരണയാണ് 1000 പേരെ രക്ഷിച്ചതെന്ന് പറയുമ്പോഴും ആ ഒരാളിന്റെ സ്മരണയെ പൂർവ്വലോകത്തേക്ക് കൊണ്ടുപോയി മാറ്റിമറിച്ചതെങ്കിൽ, ഔഷധത്തെക്കാൾ കർമ്മത്തെക്കാൾ വ്യക്തിയുടെ സ്മരണകൾക്ക് പ്രാധാന്യം വരുന്നുവെങ്കിൽ അവയെ അവലംബിച്ചായിരിക്കണ്ടേ മാനവന്റെ ഉത്കർഷം മുഴുവൻ? വളരെ പരിഷ്കൃതനാണ് മനുഷ്യൻ. വളരെ പരിഷ്കൃതാശയനാണെന്ന് മനുഷ്യൻ. അബോധത്തിലാണ് വരുന്നതെങ്കിൽ തലം പോലുമില്ല, ഒരു തലം പോലുമില്ല. ഒരു മിന്നൽ 100 കണക്കിന് പുതിയ ജനുസുകളെ സൃഷ്ടിക്കുകയും അതേസമയം അത് കുറെ പേരുടെ മരണകാരണമാവുകയും ചെയ്യും. മരണവും ജനനവും ഒരുപോലെ മിന്നൽ തരുന്നു. പുതിയ ജനുസുകളെ മുട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് മിന്നൽ ചെയ്യുന്നത്.
ശാസ്ത്രീയമായ സത്യമാണ്. മിന്നല് ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ് ആഞ്ഞടിക്കുന്നത്. ലക്ഷോപലക്ഷം വരുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് അത് ലക്ഷോപലക്ഷം വരുന്ന വോൾട്ടിലാണ്. 2 വോൾട്ടുള്ള ഒരു ഉപകരണം മുതൽ 230 വോൾട്ടിൽ വൈദ്യുതി പോകുന്ന ഉപകരണങ്ങൾ വരെ വ്യത്യസ്ത വാറ്റിലുള്ളവ മുറിയിലിരിക്കുമ്പോൾ അവയിൽ ചിലത് അടിച്ചു പോകുന്നു, ചിലത് പോകാതിരിക്കുന്നു. മിന്നലിൽ നിന്ന് വരുന്ന വൈദ്യുത പ്രവാഹത്തെ മുഴുവൻ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് മുകളിലൊരു കമ്പിക്കൂടവും താഴേക്ക് കുറെ എർത്ത് പ്ലേറ്റുകളും ചെമ്പ് കമ്പി കൊണ്ടിടുമ്പോൾ അത് സങ്കല്പിക്കുന്നവൻ 1000 വോൾട്ടിനെയോ 5000 വോൾട്ടിനെയോ സങ്കല്പിക്കുമ്പോൾ ഒരു മിന്നൽ ചിലപ്പോൾ കടന്നു വരുന്നത് ഇവൻ പ്രതീക്ഷിക്കുന്ന 5000-ഓ 1000-ഓ 50,000-ഓ വോൾട്ടിലായിരിക്കില്ല. പോകുമ്പോൾ അവൻ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത വോൾട്ടിന് അപ്പുറത്തായിപ്പോയി മിന്നൽ. പോയില്ലെങ്കിൽ 30,000 കൊടുത്ത് നിങ്ങൾ വെച്ച സാധനത്തിന്റെ നന്മയാണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി സമാധാനിക്കുകയും ചെയ്യും. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെതൊക്കെ അടിച്ചുപോയനെ. അത് വെച്ചിട്ടും അടിച്ചുപോയവനും അത് വെക്കാതിരുന്നിട്ടും അടിച്ചു പോകാത്തവനും ഉണ്ടായിരിക്കുമ്പോൾ ഇതൊക്കെ വെച്ചാലും ഭാഗ്യം പോലെയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണം അപര്യാപ്തമാണ്. നിങ്ങൾ രക്ഷാജലകം വെച്ചിരിക്കുന്നവരിടത്തുമാണ് ഞാൻ വരുന്നത്. ഒരു നിരയങ്ങ് അടിച്ചു പോയി കഴിഞ്ഞപ്പം എന്തിനേയും സാധനവും കൂടി വലിച്ചു കുറച്ച് ദൂരക്കള, ഉടനെ അവനെ വിളി, കസ്റ്റമർ കോർട്ടിൽ ഉടനെ കേസ് ഫയൽ ചെയ്ത് അവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞതാണ്, അതേ അവിടുത്തെ മിന്നലേ ഈ വോട്ടിലല്ല, ഇത്ര വോൾട്ടിനുള്ളിലാണെങ്കിൽ നിശ്ചയമായും പോകില്ല. അതിൽ കൂടിയതിന് നിർത്തിയൊന്നുമില്ല. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ സോഫ്റ്റ്വെയർ എഴുതുമ്പോൾ ആ അതീവ സൂക്ഷ്മമായ മൈക്രോ ലെവലിലുള്ള ആ കണക്കുകളിൽ നിന്ന്, ആ യുക്തികളിൽ നിന്ന്, ആ സൂക്ഷ്മ മാപിനികളിൽ നിന്ന് മാക്രോ ലെവലിലുള്ള സ്ഥൂലങ്ങളായ സാധനത്തെ പ്രകടിപ്പിക്കുമ്പോൾ അതിസൂക്ഷ്മമായ അവന്റെ മനസ്സിന്റെ സങ്കീർണങ്ങളായ ഭാവങ്ങൾ 6 മാസമോ 1 കൊല്ലമോ 4 ആഴ്ചയോ കഴിഞ്ഞ് എത്ര ശാസ്ത്രീയമായി അവൻ എഴുതിയുണ്ടാക്കിയാലും രൂപപ്പെടുമ്പോൾ കമ്പ്യൂട്ടർ ബഗ് എന്ന മനോഹരമായ നാമത്തിൽ അതിനെ വ്യവച്ഛേദിക്കുമെന്നല്ലാതെ ബഗ് എന്താണെന്ന് പറയാൻ ഇവന്റെ മനസ്സിന്റെ സങ്കീർണമായ സങ്കല്പത്തെ സൂക്ഷ്മമാവിനി ഇവൻ കൂട്ടിപ്പിടിപ്പിച്ച വയറുകൾക്കപ്പുറം ഇരുന്നുകൊണ്ട് പ്രതിപ്രവർത്തിപ്പിക്കുന്നുവോ? ശാസ്ത്രലോകത്തെ അതിസങ്കീർണമായ ചോദ്യമായിരുന്നു. വളരെ പരിനിഷ്ണാതന്മാരായ ആളുകളെ വെച്ച് അതീവ ശ്രദ്ധയോടുകൂടി എഴുതിയവനും അതിനെ സൂപ്പർവൈസ് ചെയ്തവനും അതിനേക്കാൾ മുകളിൽ അതിനെ പരിശോധിച്ചുറപ്പുവരുത്തിയവനുമെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വരുന്ന അതീവ സങ്കീർണമായ ബഗ്. ഇതുപോലെ അതീവ സങ്കീർണമായ നമ്മുടെ ന്യൂറോണുകളിൽ, കാൽപ്പയിൻ രേണുക്കളിൽ, സ്മരണയുടെ കലവികളിൽ എത്ര ജന്മങ്ങളുടെ ഓർമ്മകൾ.
അവയിൽ നിന്ന് എന്തെന്ത് കള്ളത്തരങ്ങൾ, എന്തെന്ത് വഞ്ചനകൾ, എന്തെന്ത് ചതികൾ, എത്രയെത്ര ചതിക്കുഴികൾ. അവിടെ നിന്നാണോ നമ്മെ ചതിക്കാൻ പോകുന്നവനെയും നമ്മെ നന്നാക്കാൻ പോകുന്നവനെയും ഒക്കെ സങ്കല്പങ്ങളിൽ നാം സൃഷ്ടിക്കുന്നത്? ആ സ്മൃതികളിൽ നിന്നാണോ അഥവാ പുറത്തു നിന്നാണോ? ഉത്തരം ആലോചിച്ച് മാത്രമേ പറയാവൂ. നിങ്ങളെ വെട്ടിലാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചു വെച്ചത്. എന്നെ പറ്റിക്കാൻ പോകുന്നവനാണെന്നും എന്നെ നന്നാക്കാൻ പോകുന്നവനാണെന്നും എനിക്ക് പറ്റുമെന്നും ഈ ലോകം പറ്റിക്കലിന്റെ ലോകമാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത് ലോകത്തെ പറ്റിക്കലുകളുടെ വാർത്തകളിൽ നിന്നോ ഞാൻ പറ്റിച്ച അനന്തകോടി സ്മൃതികളിൽ നിന്നോ? അനുഭവത്തിൽ എന്ന പോലെ വേദനിച്ചും പ്രയാസപ്പെട്ടും വിഷമിച്ചും എന്റെ പൂർവസ്മൃതികളിൽ നിന്ന് ഞാൻ എന്നെ പറ്റിക്കാൻ പോകുന്നവനെ ഞാൻ പറ്റിച്ചതിൽ നിന്ന് കണ്ടെത്തുകയാണോ? അതല്ല ചുറ്റുപാടും പറ്റിക്കലുകളുടെ വർത്തമാനം കേട്ടറിഞ്ഞിട്ട് അതെന്നിൽ ഉണർത്തിയ ഒരറിവായി, ബാഹ്യമായ അറിവായി കിടക്കുന്നതിൽ നിന്നാണോ? രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കതകുകൾ കുറ്റിയിട്ടുവോ എന്ന് വീണ്ടും വീണ്ടും നോക്കുന്നതും ആരെങ്കിലും കക്കാൻ കേറാതിരിക്കില്ല എന്ന് എനിക്കോർമ്മ വരുന്നതും കുറ്റിയിട്ട മുറികൾ തകർത്ത് കയറി കട്ട എന്റെ ജനിതകത്തിന്റെ സ്മൃതികളിൽ നിന്നോ? ഇത്രയാഴത്തിൽ അതല്ല ചുറ്റും കള്ളന്മാരെ വായിച്ചറിഞ്ഞ ഓർമ്മകളിൽ നിന്നോ? ഉറപ്പാണ് എന്റെ സ്മൃതിയിലെ കള്ളനെ തളയ്ക്കാൻ ഞാൻ ചെയ്യേണ്ടത് കതക് കുറ്റിയിടലാണോ? നൂറായിരം കള്ളത്തരങ്ങളും 100,000 വഞ്ചനകളും 100,000 ചതിക്കുഴികളും തെളിച്ച് ജീവിച്ച ജീവിതത്തിന്റെ തീയും ധൃതിയും സ്മൃതിയും വിഭ്രംശമായി കർമ്മങ്ങൾ അത്രയും ചെയ്തു കൂട്ടിയ എന്റെ സ്മൃതികൾക്കകത്തിരുന്നുകൊണ്ട് ബാഹ്യമായ വാതിലടച്ച് രക്ഷപ്പെടാൻ ഒരു കൂട്ടുന്ന എന്നെക്കാൾ മണ്ടനാരുണ്ടാവും? ബാഹ്യകർമ്മത്തെ ഏതാണ്ട് സ്വരൂപം കണ്ടു എന്ന് വിചാരിക്കാം. എത്ര ദിവസവും നീട്ടാൻ മാത്രം വലിപ്പമുള്ള ജാഗ്രത് സ്വപ്ന സുഷുപ്തികളുടെ ലോകമാണ് ഈ ബാഹ്യകർമ്മങ്ങളുടെ ലോകം. അതിന്റെ സ്വരൂപം ഏതാണ്ടൊന്ന് എത്തി നോക്കിയാൽ നമുക്ക് സ്വരൂപസ്മൃതി വന്നു എങ്കിൽ, ആ കർമ്മത്തിന്റെ സ്വരൂപം മനസ്സിലായെങ്കിൽ അതിന്റെ ഫലവും കൂടി എത്തി നോക്കി വേഗത്തിൽ അന്തർയോഗത്തിലേക്ക് തിരിയാം. സ്വരൂപം ഞാൻ ഒരുപാട് പറഞ്ഞു, ഏതാണ്ടൊന്ന് എത്തി നോക്കാൻ കഴിഞ്ഞു. അതെല്ലാം എന്നിലാ വരുന്നത്. അത് വാർത്തയില്ലാത്തത് കൊണ്ട് ഉണരാതിരിക്കില്ല. ചാലുവാകും. ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് നമ്മള് യാഹൂ സെർച്ചിലേക്ക് യാഹൂ എസ് എന്നടിക്കുമ്പോൾ മുമ്പ് നാം കടന്നുപോയ എസിൽ തുടങ്ങുന്ന പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളൊക്കെ നാം ചോദിക്കാതെ വരുന്നത് പോലെ മസ്തിഷ്കത്തിന്റെ സിനാപ്സുകളിൽ വരും. അപ്പോൾ തൊട്ടടുത്ത് അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ നമുക്ക് ബഹുമാന്യരായ ആളുകളോ ഇരിക്കുമ്പോൾ, സ്വാമിയാണ് മുമ്പ് വെബ്സൈറ്റുകളിലൂടെയൊക്കെ പോയതെങ്കിൽ ശിഷ്യന്മാരോ ഭക്തന്മാരോ അടുത്തിരിക്കുമ്പോഴാണ് സ്ക്രീനിലേക്ക് ഇവയെല്ലാം വന്ന് നിറയുന്നതെങ്കിൽ മുമ്പിലുണ്ടായിരുന്ന ചലിപ്പ് കമ്പ്യൂട്ടറിൽ വന്നതിന്റെ അല്ല, മനസ്സിൽ കിടന്നതിന്റെയാണ്. ഇന്റർനെറ്റിന്റെ കാലമാണല്ലോ. ഞാൻ പറഞ്ഞ ഉദാഹരണം റൈറ്റ് ആണ് ഓർ റോങ് ആണ്. ഒരു ചലിപ്പുണ്ടാവും. ഞാൻ സ്വാമി ഇതൊക്കെ കാണുമെന്ന് ഇവരറിയുമല്ലോ.
ചൂടായിട്ട് ആരാടാ എന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചത്, ആരാടാ ഇതിൽ കുത്തിയത് എന്നൊക്കെ ഉറക്കെ കുറെ പേരോട് ചോദിക്കാം എന്നല്ലാതെ കുത്തിയതൊക്കെ ഞാൻ തന്നെ. എത്ര സങ്കീർണമാണ് ഈ മസ്തിഷ്കം. കൃത്യമായി അറിയാം. പക്ഷേ അറിഞ്ഞാലും ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരൽപ്പം ശ്രദ്ധ വേണം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സ്വത് സത്യം ധീയതേരി സത്. ആ സാധനം കിട്ടണം. ഒരു സത്യാന്വേഷണം. നമ്മൾ പലപ്പോഴും അതല്ല നടത്തുന്നത്. ഇതിന് വേണ്ട ഒന്നേ ഉള്ളൂ, അന്തർമുഖത, ഈശ്വര ശരണാഗതി, സത്യാന്വേഷണം. ഇത്രേ വേണ്ടൂ. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം ചോദിച്ചുകൊണ്ടെന്ന് പറഞ്ഞതാണ്. ഇത് കൃത്യമാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, സ്ട്രെയിറ്റ്. പിന്നെ ഒരിക്കലും നമ്മളൊരു ട്രബിൾ ഷൂട്ടർ ആവില്ല. ഉറപ്പാണ്. അത് നമ്മുടെ കർമ്മമല്ലാത്തതുകൊണ്ടാണ്. പ്രാരബ്ധമാകുന്ന സമസ്ത കർമ്മങ്ങളിലും ഇറങ്ങി മുങ്ങി നീന്തി കുളിച്ചാലും മറവിയുണ്ടാവില്ല. എപ്പോൾ മറവി വരുന്നു അത് കർമ്മം നമ്മുടെയല്ല. അത് നമുക്ക് ആനന്ദവും തരില്ല. പക്ഷെ അതിന് വിടാനുള്ള ചങ്കൂറ്റമുണ്ടാകും. ഇതെന്റെയാണെന്ന് വിചാരിച്ച് വലിച്ചു വയ്ക്കുന്നതിനേക്കാൾ എന്റെ അല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ വിട്ടുകളയാനുള്ള ധൈര്യം വേണം. ആരെങ്കിലും കൊണ്ടുവന്നൊരു പൊതി നിങ്ങൾ ഇരുന്നിടത്തുനിന്നാ കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്റെ അല്ല എന്ന് എനിക്ക് അറിയാം, അതിന് തന്റെ ഇടവും ഉണ്ടെങ്കിൽ അത് എന്റെ അല്ല എന്നൊരൊറ്റ ഉത്തരേ വരുള്ളൂ. നോക്കട്ടെ എന്റെ ആണോ എന്നൊരു സംശയമില്ല. പൊതി തുറക്കുന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിലും നിങ്ങളുടെ ആണ്. കാരണം തുറക്കാൻ ആഗ്രഹിച്ചല്ലോ. തുറന്നാൽ എന്റെ അല്ല സുഹൃത്ത്, എന്റെ അല്ല. നിങ്ങൾ അറിയാതെ പോയതായിരിക്കും, പോക്കറ്റിൽ നിന്ന് പോയതായിരിക്കും. ഒരു പോക്കുമില്ല, അറ്റുമില്ല. ഇല്ല, എന്റെ അല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെ പറയരുത് കേട്ടോ. ഇത് ഞാൻ കണ്ടതാണ്. ഇനി എന്റെ ആണെങ്കിലും എനിക്ക് വേണ്ട, അത് താനെടുത്തു, തനിക്കിരിക്കട്ടെ. ഇതിനൊരൽപ്പം സ്ഥൈര്യവും ധൈര്യവും ഒരുപോലെ വേണം. എന്റെ മറ്റാണോ? എനിക്ക് ഓർമ്മയൊക്കെ കുറവുള്ള ആടാ. ഇങ്ങനെ പോകാറുണ്ട്. കാണിച്ചു നോക്കട്ടെ. അതിലാണ് ഈ കുഴപ്പം. നമ്മുടെ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വത്വത്തെ മിഥ്യാരൂപേണ കൊണ്ടു നടക്കുന്നു. സ്വത്വനിരാസത്തെക്കാൾ അപകടകരമായൊരു സ്വത്വ സംഘർഷം നമ്മിലുണ്ടായിരിക്കുന്നു. അത് കർമ്മങ്ങളാൽ വർദ്ധിക്കുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് എന്നല്ലേ എന്ന് പറയാം. സ്വത്വ സംഘർഷം. അത് വിട്ടാൽ ഈ പ്രശ്നം തീർന്നു. ധർമ്മവും അധർമ്മവും എല്ലാ കർമ്മരംഗത്തും ബോധമുണ്ട്. ഈ ധർമ്മം ധർമ്മമാണെങ്കിലും എനിക്ക് ഈ അധർമ്മം കൂടിയേ തീരൂ. ചെയ്തോളൂ, തന്റെ ഇടമായി ചെയ്തോളൂ. അത് പ്രാരബ്ധമാണ്. അതൊന്നും നിങ്ങളുടെ ആധ്യാത്മിക മുന്നേറ്റത്തിൽ തടസ്സം നിൽക്കില്ല. ചെയ്താൽ അവിടെ വെച്ച് അത് തീരുമെങ്കിൽ, അവിടെ വെച്ച് തീരുമെങ്കിൽ
തീരുന്നില്ല എങ്കിൽ അത് പ്രാരബ്ധമല്ല, ഇത് അവശ്യം ഭവിയാണ്. അത് കഴിഞ്ഞാൽ മറവി വരുമെങ്കിൽ അതിനെക്കുറിച്ച്, അത് കഴിഞ്ഞാൽ ആനന്ദം തിരിച്ചു കിട്ടുമെങ്കിൽ സംശയം വേണ്ട. അത് നാളെ ജയിലുകളാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നതെങ്കിലും അതിനകത്ത് കിട്ടുന്ന സുഖം നിങ്ങൾക്ക് പൂമെത്തയുടെ മുകളിൽ കിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, ഗാന്ധി കിടന്നതും ഇതുപോലൊരു ജയിലില്ല, ഭഗത് സിംഗും ഈ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിന് വിശ്വവിഖ്യാതനായ സാക്ഷാൽ ശങ്കരാചാര്യരും കിടന്നത് ഈ ജയിലാണ്? ചുമ്മാ ഇരിയുടെ അതിലാ ഞാനും കിടന്നു. കുറച്ചുകൂടെ ഭക്തി സൂക്ഷ്മമായി വന്നിട്ടുണ്ടെ പറയും, പണ്ടേ എന്റെ കാർന്നോരുണ്ടല്ലോ ആ ഉണ്ണിക്കണ്ണൻ, അവൻ ജനിച്ചത് ഇവിടെയാണ് ഓടാ. പക്ഷെ അത് ഈ കിടപ്പിൽ പോവില്ല, ഇതൊരു മലക്കിടപ്പിലെ പോക്ക. മലക്കിടപ്പെന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, മലന്ന് കിടക്കുന്നതും മലക്കിടപ്പ, മലത്തിൽ കിടക്കുന്നതും മലക്കിടപ്പ. അതുകൊണ്ട് ഇത് ആ സമയത്ത് തോന്നണമെങ്കിൽ നാം പോകുന്ന എക്സാക്ട് പ്രാരബ്ധത്തിലൂടെ ആയിരിക്കണം. ക്ലിയർ? ശങ്കയൊന്നും വേണ്ട. അതെ, പ്രാരബ്ധം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ വാസനയെ തള്ളാനുള്ളതാണ്, നിങ്ങളുടെ മലത്തെ നിർമാർജനം ചെയ്യാനുള്ളതാണ്. അതിന് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ ആനന്ദം കിട്ടാൻ പ്രതീക്ഷിച്ചാണ് എങ്കിൽ ഈ ചെയ്തതിൽ നിന്ന് കിട്ടിയ ആനന്ദം എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് ചെയ്യേണ്ടി വരുമോ നോക്കണം. വരില്ല. ഒരു കർമ്മവും അതിന്റെ ദാർശനിക സവിശേഷതയിൽ ചെയ്താൽ രണ്ടാമത് ആവർത്തിക്കേണ്ടി വരില്ല. സ്വേച്ഛയാ. ഞാൻ ഈ കർമ്മം കരിഷ്യാമി എന്നും കരിഷ്യേ എന്നും രണ്ടു തരത്തിൽ സംസ്കൃതത്തിൽ പറയും. അതില് കരിഷ്യാമി എന്ന് പറയുന്നത് ഋതിക്കുകളാണ്. കരിഷ്യേ എന്ന് പറയുന്നത് യജമാനനുമാണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ കരിഷ്യേ എന്നാ പറയുന്നത്. ഞാൻ ഋത്തിക്കിന് വേണ്ടി ചെയ്യുമ്പോൾ കരിഷ്യാമി എന്നാ പറയുക. ഹോമം കരിഷ്യേ, ഹോമം കരിഷ്യാമി. ഭഗവത്ഗീതയിലുണ്ട് ഈ ശബ്ദം. 2-ാം അധ്യായത്തിൽ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്കുതുവ. ഗോവിന്ദനോടായി പറയുന്നത്, എനിക്ക് വേണ്ടി ഈ യുദ്ധം ഞാൻ ചെയ്യില്ലെന്നാ. അവിടെ എനിക്ക് വേണ്ടി എന്നുള്ളത് നിശബ്ദമായ യോത്സ്യ എന്ന ശബ്ദത്തിലുണ്ട്. അവസാനം ചെയ്യുന്നതും എനിക്ക് വേണ്ടിയല്ല, കരിഷ്യേ വചനം തവ. അപ്പൊ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എനിക്ക് വേണ്ടി ചെയ്യുക, അതൊരു പതനമാണ്. അവിടെ കടുത്ത ഒരു പതനമാണ്. അതുപോലെ എനിക്ക് വേണ്ടി ഒരു കർമ്മത്തെ ഞാൻ ഒരിക്കൽ ചെയ്താൽ അതിന്റെ സ്വരൂപ സ്മൃതിയും അതിന്റെ ഹേതുസ്മൃതിയും അതിന്റെ ഫലസ്മൃതിയും എന്നിൽ ഇരിപ്പുണ്ടെങ്കിൽ
ദാർശനികമായി അതിനെ ഞാൻ അപഗ്രഥിക്കുമെങ്കിൽ ആ കർമ്മം എനിക്ക് രണ്ടാമത് ചെയ്യാനാവില്ല. രണ്ടാമത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ചിന്തിക്കാത്തവനാണ്. അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് അന്യർക്കു വേണ്ടി ചെയ്യുന്നതാണ്, പരേച്ഛയിലാണ്. അല്ലെങ്കിൽ അനിച്ഛയിലാണ്. ഇല്ല, കാരണം ഞാൻ ചെയ്ത് അതിന്റെ ഫലം എന്റെ കയ്യിലുണ്ട് അപഗ്രഥിക്കാൻ. പ്രകൃതി എന്നെ അറിയാതെ ആ കർമ്മത്തിലൂടെ കൊണ്ടുപോവാം. കഴിഞ്ഞു മാത്രമാണ് ഞാൻ അറിയുന്നത് ഞാൻ ചെയ്തു എന്ന് പോലും. ഞാൻ ചെയ്യുന്നു എന്നൊന്നും അറിയുന്നില്ല, ബോധമില്ലാതെയാ ചെയ്യുന്നത്. പ്രജ്ഞ പൂർണ്ണമായി മറഞ്ഞാണ് ചെയ്യുന്നത്. അത് പ്രാരബ്ധം കൊണ്ട് തന്നെയാണ് വരുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ പ്രജ്ഞ എവിടെയില്ല, പ്രാരബ്ധമാണെന്ന് പോലും അറിയാൻ. അതിൽ കുറ്റബോധം ഉണ്ടാവില്ല. ചെയ്യണ്ടായിരുന്നു ഏതെങ്കിലും കർമ്മം തോന്നുന്നുവെങ്കിൽ അത് പ്രാരബ്ധത്തിൽ വരുന്നതല്ല. നിശ്ചയമായും അത് പുരുഷാർത്ഥത്തിന്റെ സിദ്ധമാണ്, യാതൊരു സംശയമില്ല. ചെയ്ത് കഴിഞ്ഞൊരെണ്ണം അരുതായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, ആ കഴിഞ്ഞു പോയതെന്നിൽ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതിനെന്റെ മനസ്സ് അനതിവിദൂര ഭാവിയിൽ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് എത്രയും വേഗം മനസ്സിന്റെ സൂക്ഷ്മതലങ്ങളിൽ പശ്ചാത്താപം കൊണ്ട് കഴുകി ശുദ്ധമാക്കി പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ഒരു നിമിഷം പോലും താമസിക്കാതെ, ആ തോന്നൽ വന്നപ്പോൾ തന്നെ വേറൊരു കർമ്മം കൊണ്ട് അതിനെ മറയ്ക്കാതെ, ഏകാന്തത്തിലിരുന്ന് തന്നെ പശ്ചാത്തപിപ്പിച്ച് പൂർണ്ണശുദ്ധി വരുത്തി പുറത്തിറങ്ങുന്നതാണ് ഉചിതം. കാരണം പിന്നെ അത് മനസ്സിൽ നിന്ന് സങ്കല്പമോ കാമമോ ആയി പൊട്ടിവിടരുകയോ അത് പിന്നീട് കർമ്മകലാപങ്ങളായി തീരുകയോ ചെയ്യാൻ അനുമതി കൊടുക്കാതിരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിശ്ചയമായും അതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ കർമ്മകലാപങ്ങളുടെ ദുരൂഹതകൾ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യമായ കർമ്മചേഷ്ടകളോട് ചേർത്തുവെച്ച് ആധ്യാത്മിക വിഭൂതികളെ അളക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും അത് നേടുമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മൗഢ്യമുള്ളൊരു കാര്യം ഇല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണും. പോയ കാശൊക്കെ പോയി, പോട്ടെ, സാരമില്ല. ഇത്ര എർജുവാണ് ഈ സാധനം. ഇതിന് വളവും തിരിവൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ്. പക്ഷെ നമുക്കൊരുപാട് വളമുണ്ട്, ശരിയല്ലേ? കാരണം നമുക്കൊരു ആധ്യാത്മിക ചിന്തനം പോലും കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് സങ്കീർണമാവണം. നേരെ പറ്റില്ല. കർമ്മരംഗം ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അതിന്റെ ഫലചിന്തനവും കൂടെ നോക്കിയാൽ ഇതിലും എളുപ്പമാണ്. സ്വരൂപചിന്തനമാണ് ഞാൻ പറഞ്ഞത്, അത് ക്ലിയറായി. അപ്പൊ അതിന്റെ തലത്തില് കർമ്മത്തിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഫലം നോക്കുക. എല്ലാ കർമ്മവും ദുഃഖമായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരു അബോധമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഒരു ആളെ വിവാഹം കഴിച്ചു, അയാള് രോഗം വന്ന് മരിച്ചുപോയി, ഇനി ജീവിതത്തിൽ ഈ ദുഃഖമേ ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചു. ആ ദുഃഖവും പേറി കുറെ ആശുപത്രികളിൽ നടന്നു, കുറെ ആളുകളെ കണ്ടു, കുറെ പണം ചെലവാക്കി. ഇനി മടുത്തു ജീവിതം, ഇനി ഏതായാലും ഈ ദുഃഖതപ്തമായ കൂട്ടുകെട്ടുകളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ച് കഴിഞ്ഞ് നേരെ പോയി പരിചയമുള്ള ഒരു ആശ്രമത്തിൽ ചെന്ന് ഇവിടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ച് അവിടെ കൂടി സന്യാസിയായി, അവിടുത്തെ തന്നെ അടുത്ത മഠാധിപതിയായി
കുറച്ചു ദിവസം കഴിഞ്ഞ് അവിടെ തൂത്തുവാരാൻ വരുന്ന ഒരാളെ കണ്ടു. പതുക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. തൂത്തുവാരുന്നിടത്ത് തമാശ പറഞ്ഞു. ചായ അവള് കൊണ്ട് കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് തോന്നി. കുറച്ച് വെള്ളം അവിടെ കോരി വെക്കാൻ പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്വാമി അർത്ഥവിരാമത്തിൽ ക്ലിയറല്ല, ഞാൻ ഇതിൽ കൂടുതൽ ക്ലാസിക്കായി പറയാൻ. അപ്പം കോലയിൽ കുത്തിവെച്ചാൽ കോലെലി തിന്നുന്ന നാട്ടിൽ അപ്പത്തിന്റെ കാര്യമെല്ലാം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലെന്നാണ് എന്റെ വിശ്വാസം. ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുമെങ്കിൽ ധാരാളമാണ്. അതല്ലേ അതേ ദിശയിൽ. അതുകൊണ്ടിത് കർമ്മം ഉപേക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ബോധപ്രക്രിയയുടെ അത്യന്ത ദാരുണമായ ഈ രംഗവേദികളെ മുഴുവൻ പഠിച്ചപഗ്രഥിച്ച് ബോധതലത്തിലേക്ക് അബോധത്തെ കൊണ്ടുവരുവാൻ പറ്റുമാറ് ബോധത്തെ സാക്ഷിയാക്കുന്നൊരു വേളയിൽ ശിക്ഷകനായി എന്നിലെ തന്നെ ബോധം ഉണർന്ന ആന്തര പ്രക്രിയയിൽ നിൽക്കുമ്പോൾ കർമ്മം ഉണ്ടാകാതിരിക്കട്ടെ, ഞാൻ അതിനിടയിൽ സാക്ഷിയായി നിലകൊള്ളുമെന്ന് തീരുമാനിക്കുമ്പോൾ വരുന്ന വാചാമഗോചരമായ ഒരു ആനന്ദം.